ചെറിയ കാര്യമല്ല ഇത്. ഇങ്ങനെ ഒരു യുദ്ധത്തിന്റെ ഒരു തുടക്കമുണ്ടാകുമെന്ന് വർഷങ്ങൾക്ക് മുമ്പ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് സംഭവിക്കണമല്ലോ. ലാ തസാലു ഇസാബത്തും മിൻ ഉമ്മത്തി യുഖാതിലൂന അലാ അബ്വാബി ദമശ്ക് വമാ ഹൗലഹാ വഅലാ അബ്വാബി ബൈത്തിൽ മഖ്ദിസി വമാ ഹൗലഹാ ലാ യളുറുഹും ഖിദ്ലാനു മൻ ഖദലഹും ളാഹിരീന അലൽ ഹഖ് ഇലാ യൗമിൽ ഖിയാമah. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്റെ ഉമ്മത്തിൽ നിന്നൊരു വിഭാഗം ഉദിച്ചു വന്നുകൊണ്ടേയിരിക്കും, ഉണർന്നുകൊണ്ടിരിക്കും, വളർന്നുകൊണ്ടിരിക്കും. എന്റെ ഉമ്മത്തിന്റെ ഒരു വിഭാഗം ഡമാസ്കസിന്റെ ഓരോ മേഖലകളിൽ അവർ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും. ബൈത്തുൽ മുഖദ്ദസിന് വേണ്ടി അതിന്റെ ഓരങ്ങളിൽ ഓരോ ഭാഗങ്ങളിൽ അവർ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും. ലാ യളുറുഹും ഖിദ്ലാനു മൻ ഖദലഹും. ആരെല്ലാം അവരെ തളർത്താനും തകർക്കാനും ശ്രമിച്ചാലും അതെല്ലാം പുല്ലുവില നൽകിക്കൊണ്ട് അതെല്ലാം വലിച്ചെറിഞ്ഞ് ളാഹിരീന അലൽ ഹഖ്, ഞങ്ങൾ തീവ്രവാദികളും ഭീകരവാദികളുമല്ല, സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന വർഗമാണ് എന്ന് മനസ്സിലാക്കി ഇലാ യൗമിൽ ഖിയാമah, ഖിയാമത്ത് നാൾ വരെ അവർ ആ ഖുദ്സിന് വേണ്ടി പോരാടുമെന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി അല്ലാഹുവിന്റെ റസൂൽ തങ്ങൾ പറഞ്ഞ വാക്കാണ്. അപ്പോൾ ഇത് നടന്നുകൊണ്ടേയിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും പറഞ്ഞു, തഅതീകും ബഅദി അർബഉ ഫിതൻ. ഏ സ്വഹാബത്തെ, ഏ ലോക മുസ്ലിമീങ്ങളെ, എനിക്ക് ശേഷം 4 ഫിത്നകൾ, 4 പ്രശ്നങ്ങൾ ലോകത്തുണ്ടാകും, 4 ഫസാദുകൾ ലോകത്തുണ്ടാകും എന്റെ കാലശേഷം. നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ ഊല, ഒന്നാമത് യുസ്തഹല്ലു ഫീഹാ ദിമാഉ, ജനങ്ങളെ കൊന്നൊടുക്കുന്ന ഒരു കാലം, ഒരു ഫിത്ന ഉണ്ടാകും, ഒരു കാരണവും വേണ്ട. നമ്മൾ ചിന്തിച്ചു നോക്കിക്കോളിൻ, ഈ ഹദീസുകൾ പരിശോധിച്ചിട്ട് ഇന്നത്തെ കാലഘട്ടവുമായി ബന്ധപ്പെടുത്തി നടക്കുന്നത് ഈ പശ്ചിമേഷ്യൻ സംഘർഷത്തെ കുറിച്ചാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് എന്ന് സാധാരണക്കാരായ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള എളുപ്പ വഴിയിലൂടെ ഞാനിത് പറഞ്ഞു തരികയാണ്. ഹദീസിന്റെ വീക്ഷണത്തിൽ ഭൗതികമായ ചർച്ചകളോ വാർത്താ മാധ്യമങ്ങളോ ഒന്നും ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നില്ല. അതൊക്കെ നിങ്ങൾ ദിനംപ്രതി കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്. ഒരുപക്ഷെ ഹദീസുമായി കൂടുതൽ അവഗാഹം നിങ്ങൾക്ക് ഇല്ലാതെ പോയെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു വഴി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന 1-2 ഹദീസുകൾ നിങ്ങളുടെ മുന്നിൽ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്, ഉദ്ധരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എനിക്ക് ശേഷം 4 ഫിത്നകൾ പൊട്ടിപ്പുറപ്പെടും. അതിലൊന്ന് യുസ്തഹല്ലു ഫീഹാ ദിമാഉ എന്ന് പറഞ്ഞാൽ രക്തം ഹലാലാവുന്ന ഒരു സാഹചര്യമായിരിക്കും എന്ന് പറഞ്ഞാൽ വെറുതെ കൊന്നുകളയ. ഇന്നത്തെ സാഹചര്യമാണോ അല്ലയോ എന്ന് മനസ്സിലായിക്കോളെ. വസാനിയ, രണ്ടാമത് യുസ്തഹല്ലു ഫീഹാ ദിമാഉ വൽ അംവാൽ, മനുഷ്യനെ കൊല്ലുക മാത്രമല്ല അവരെ കൊന്നൊടുക്കിയിട്ട് അവരുടെ സമ്പത്ത് കൂടി പിടിച്ചെടുക്കുന്ന ഒരു കാലം, ഒരു ഫിത്ന എനിക്ക് ശേഷം ഉണ്ടാകും സ്വഹാബത്തെ. മൂന്നാമത് വസാലിസതു യുസ്തഹല്ലു ഫീഹാ അദ്ദിമാഉ വൽ അംവാലു വൽ ഫുറൂജു, എന്റെ സമുദായത്തെ കൊന്നൊടുക്കുകയും അവരുടെ സമ്പത്ത് കൊള്ളയടിക്കപ്പെടുകയും അവരുടെ വീടുകളും അവരുടെ ഭവനങ്ങളും സാമ്പത്തിക മേഖലകൾ മുഴുവൻ പിടിച്ചെടുക്കുന്നതിനോടൊപ്പം വൽ ഫുറൂജു, അവരുടെ ഉമ്മമാരെയും പെങ്ങന്മാരെയും പെൺമക്കളെയും മാതാക്കളുടെയും മാനം കവർന്നെടുക്കുന്ന ഒരു കാലം സംജാതമാകും സ്വഹാബത്തെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ, ഇതിപ്പോ ഫലസ്തീനെന്ന് മാത്രം നിങ്ങൾ നോക്കണ്ട, ഇത് നമുക്ക് ഇന്ത്യയിലുമാകാം, ഇത് മണിപ്പൂരിലുമാകാം, ഇത് ഗുജറാത്തിലുമാകാം, ഇത് ഡൽഹിയിലുമാകാം, ഇത് കേരളത്തിലുമാകാം, ഇത് ഉത്തരേന്ത്യയിലുമാകാം, ഇതെല്ലാം ആകാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നമ്മുടെ സമ്പത്ത് പിടിച്ചെടുക്കും, വീട് പിടിച്ചെടുക്കും, മനുഷ്യനെ കൊല്ലും, ആൺമക്കളെ കൊല്ലും, പെൺമക്കളുടെ മാനം കവർന്നെടുക്കപ്പെടും. അങ്ങനെ ഒരു ഫിത്ന ഫസാദ് ലോകത്തുണ്ടാകാതെ ലോകം അസ്തമിക്കുകയില്ല. എന്റെ കാലശേഷം നിങ്ങൾ പ്രതീക്ഷിച്ചോളി, അത് നിങ്ങൾക്ക് നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വിപത്താണ്. നാലാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സമ്മാഉ അംയാഉ മുത്ബിഖത്തുൻ തമൂറു മൗറൽ ബഹർ തമൂറു മൗറൽ മൗജ് ഫിൽ ബഹരി
ഹത്താ ലാ യജിദ അഹദും മിനൻ നാസി മിൻഹാ മൽജഉൻ വതഗ്ശൽ ഇറാഖ തതീഫു ബിശാമി വതുഖ്ബിതൽ ജസീറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നാലാമത് കണ്ണും കാതുമില്ലാത്ത യുദ്ധം, അന്ധമായ യുദ്ധം, അട്ടിയട്ടിയായിട്ട് കൊന്നൊടുക്കുന്ന യുദ്ധമായിരിക്കും. ചിന്തിച്ചു നോക്കിയാൽ ഇന്നത്തെ സംഭവമാണോ ഇല്ലയോന്ന്. കണ്ണില്ല, കുഞ്ഞെന്നില്ല, തള്ളയെന്നില്ല, വൃദ്ധനെന്നില്ല, വൃദ്ധകളെന്നില്ല, അന്ധമായ യുദ്ധമായിരിക്കും. ഒരു നീതിയും അവിടെ പുനഃസ്ഥാപിക്കപ്പെടുകയില്ല. അങ്ങനത്തെ ഒരു യുദ്ധമായിരിക്കും. എത്രത്തോളം എന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുത്തുബിഖ, തുടരെ തുടരെ നടന്നുകൊണ്ടേയിരിക്കും. തീർന്നു, വെടിനിർത്തി എന്ന് കരുതും, അഭയാർത്ഥിയിലേക്ക് ബൈക്കോളി എന്ന് പറയും, അങ്ങോട്ടേക്ക് അവരിടും. തുടരെ തുടരെ അട്ടിയട്ടിയായി അവർക്കെതിരെ കൊലവിളി നടന്നുകൊണ്ടേയിരിക്കും. ഹത്താ ലാ യജിദ അഹദും മിനൻ നാസി മിൻഹാ മൽജഉൻ. നിങ്ങൾ ഒരാളുടെ ഭാഗത്തു നിന്നും ആ യുദ്ധമുഖത്ത് പിടഞ്ഞു വീഴുന്ന കുഞ്ഞുമക്കളടക്കം, വൃദ്ധകളടക്കം, വൃദ്ധന്മാരടക്കം, സ്ത്രീകളടക്കം, അഭയാർത്ഥികൾ അടക്കമുള്ളവർ വെള്ളം കിട്ടാതെയും ഭക്ഷണം കിട്ടാതെയും ചികിത്സ കിട്ടാതെയും അവർ നിലവിളിക്കുമ്പോൾ അവർക്ക് വേണ്ടി ഒരു സന്തോഷത്തിന്റെ, ഒരു വർത്തമാനത്തിന്റെ ഒരംശമെങ്കിലും മുസ്ലിം ലോകത്തിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുകയേ വേണ്ട. ലോകത്തിന്റെ പ്രവാചകം പ്രഖ്യാപിച്ചത് കൊണ്ടാ ഇന്ന് സൗദിക്കാരനും മിണ്ടാത്തത്, ബഹ്റൈൻകാരനും മിണ്ടാത്തത്, UAE-കാരനും മിണ്ടാത്തത്, കുവൈത്തുകാരനും മിണ്ടാത്തത്, ഇറാൻകാരനും മിണ്ടാത്തത്, ഇറാഖുകാരനും മിണ്ടാത്തത്. മിണ്ടാൻ പറ്റൂല. ജനങ്ങളിൽ നിന്ന്, ഈ അധികാരി വർഗത്തിൽ നിന്ന്, ഇസ്ലാമിന്റെ പേരും പറഞ്ഞ് മുസ്ലിമീങ്ങളുടെ നാമധാരികളായി അധികാര കൊതിയിൽ അമർന്ന് ആനന്ദ നൃത്തം ചവിട്ടുന്ന ഈ നാമധാരികളായ മുസ്ലിം ഭരണകൂടങ്ങൾ ഈ യുദ്ധം നിർത്ത് എന്ന ഒരു വാക്ക് അവർ പറയുകയില്ല. കേട്ടോ സഹാബത്തെ, നബിയുനാ റസൂലുള്ളാഹി, അള്ളാന്റെ റസൂൽ പറഞ്ഞ വാക്കാണ്. പറയൂല, നിങ്ങൾ പേടിക്കണ്ട, പറയൂല. 11-ാം തീയതി തീരുമാനം വെച്ചിരിക്കും, അപ്പോഴത്തേക്ക് എല്ലാം ഫതഹാവും. 11-ാം തീയതി തീരുമാനത്തേക്ക് നാല് രാഷ്ട്രങ്ങൾ അല്ലെങ്കിൽ 4 സമുദായത്തിലെ 4 പേര് ഒന്ന് കൈ ഉയർത്തി നിർത്തടാന്ന് പറഞ്ഞാൽ നിർത്തും. പക്ഷെ പറയൂല അവര്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലേ, പറയൂല. ഹബീബായ തങ്ങൾ പറഞ്ഞ വാക്കാ, ലാ യസ്തതിഉ വഹദും മിനൻ നാസ്. എത്രത്തോളം തുഅറഖുൽ ഉമ്മത്തു അർഖൽ അദീം. ഈ സമുദായത്തെ ഒരു വള്ളി കണ്ടിച്ചു മാറ്റുന്നത് പോലെ അവരുടെ കഴുത്തറുത്ത് കുഞ്ഞുമക്കളടക്കമുള്ളവരെ കഷണങ്ങളാക്കി വെട്ടിമാറ്റപ്പെടുമ്പോഴും ഈ സമുദായം അവിടെ നോക്കിക്കണ്ടിരിക്കും. ഇത് പാടില്ല, നിങ്ങൾ കാണിക്കുന്നത് തെറ്റാണ്, അധർമ്മമാണ് എന്ന് പറയാൻ ഒരു അറബി സമൂഹവും അന്നത്തെ കാലത്ത് ഉണ്ടാവൂല. ഉണ്ടാകും, അവർ നോക്കുകുത്തികളെ പോലെയായിരിക്കും. അനങ്ങാൻ കഴിയൂല സഹാബത്തെ. ശരിയല്ലേ? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്കാണ്, ലയകൂനന്ന ബിശാമി ഫിത്നത്തുൻ വഅൻതും നാദിമൂൻ അൻ ജൂഇൻ ശദീദിൻ ഫയകൂനു റീഹുൽ ഖുബ്സി അത്യബ മിൻ റീഹിൽ മിസ്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു കാലം വരും, അന്ന് ഈ ഷാമിലെ മക്കൾ, അതായത് ഇന്ന് അനുഭവിക്കുന്ന ഈ ഫലസ്തീനിന്റെ മക്കൾ, ഒരു റൊട്ടി കഷണം കിട്ടാതെ, വെള്ളം കിട്ടാതെ, വിശന്ന് പട്ടിണി കിടന്ന് നിലവിളിക്കുന്ന ഒരു കാലഘട്ടം വരും. ആരെങ്കിലും അയൽ രാജ്യത്തിൽ നിന്ന് വലിച്ചെറിയുന്ന റൊട്ടി കഷണത്തിന്റെ ഒരംശമെങ്ങാനും അവർക്ക് കിട്ടിയാൽ മിസ്കിനേക്കാൾ, കസ്തൂരിയേക്കാൾ അവർക്ക് ആ ഉണങ്ങിയ റൊട്ടി കഷണമാണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനത്തെ ഒരു കാലം വരും. ആ കാലല്ലേ? വെള്ളമുണ്ടോ? വഅൻതും നാദിമൂൻ, നിങ്ങൾ വിഷമിക്കും, അവർ പട്ടിണി കിടക്കുന്നത് കൊണ്ട്. വെള്ളമില്ല, കഴിക്കാൻ വെള്ളമില്ല, കുടിക്കാൻ വെള്ളമില്ല, ഉമ്മമാർക്ക് മുല കൊടുക്കാൻ പാലില്ല. അറബികൾ നോക്കിക്കണ്ട് ആടിനെയും പുഴുങ്ങി ഒട്ടകത്തെയും പുഴുങ്ങി വിശാലമായി അവർ തിന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സമുദായത്തിലെ സമൂഹമാണ് കുഞ്ഞുമക്കളടക്കം ബോംബ് പൊട്ടി, കുഞ്ഞുമക്കളടക്കം തലയോട്ടി പൊട്ടി പിളർന്ന്, ഗർഭിണികള്, ഉമ്മമാര്, പെങ്ങന്മാര്, മസ്ജിദുകൾ, മദ്രസകൾ എല്ലാം തകർന്ന് തരിപ്പണമാകുമ്പോ നമ്മുടെ സമുദായം നല്ല ആട് പുഴുങ്ങിയിരുന്ന് കബ്സ അടിക്കുകയാ. നല്ല കബ്സ.
ആടിന്റെ മട്ടന്റെ കബ്സ. ആ സമുദായം തിന്നാനും കുടിക്കാനും വഴിയില്ലാതെ കിടക്കും. വഅൻതും നാദിമൂൻ, നിങ്ങൾ ദുഃഖിക്കുമത്രേ. നിങ്ങൾക്ക് വെള്ളം കിട്ടാതെ നിങ്ങൾ ദുഃഖിക്കുമത്രേ, നിങ്ങൾ വിഷമിച്ച് നിങ്ങൾ ദുഃഖിക്കുമത്രേ. അങ്ങനെ ഒരു കാലഘട്ടം വരും എന്റെ സമുദായത്തിന്. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വാക്കാണ്. അത് യാഥാർത്ഥ്യമായി പുലരുക തന്നെ ചെയ്യും, ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ചരിത്രത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാത്തൊന്നുമില്ല. ഒരിക്കൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു സഹാബാക്കളുമായിട്ട് ഒരുമിച്ച് കൂടിയിരിക്കുമ്പോ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ആ ഷാമിന്റെ ഭാഗത്തേക്ക് കൈ ഉയർത്തിട്ട് പറഞ്ഞു, ഫനഹാഹ ബിശ്ശാം. ഷാം എന്ന് പറയുന്നതാണ് ഇന്നത്തെ ഫലസ്തീൻ, സിറിയ, ജോർദാൻ, ഈജിപ്റ്റ് അടങ്ങുന്ന ഈ സ്ഥലങ്ങൾ ഇതെല്ലാം ആ ഷാമിൽപ്പെട്ടതാണ്. ആ ഭാഗത്തേക്ക് നോക്കിയിട്ട് അദുവുൻ യജ്മഊന ലിഅഹ്ലിൽ ഇസ്ലാം. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ദേ ആ ഭാഗത്ത് നിന്ന് ഇസ്ലാമിനെ തകർക്കാൻ ഒരു വിഭാഗം തയ്യാറായി നിൽപ്പുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ വാക്ക് കേട്ടിട്ട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ആ ഷാമിന്റെ ഭാഗത്തേക്ക് വിരൽ ചൂണ്ടിക്കിട്ട് പറഞ്ഞ കാര്യമാണ്. എല്ലാ മേഖലകളിലും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ മാതൃകയുണ്ട്. ഏത് മേഖലകൾ നമ്മൾ പരിശോധിച്ചു നോക്കിയാലും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ മഹത്തായ മാതൃകയുണ്ട്. പ്രവാചകനെ അള്ളാഹു ലോകത്തിന്റെ ദൂതനായി വമാ അർസൽനാക ഇല്ലാ കാഫത്തൻ ലിന്നാസ് ബശീറൻ വനദീറ, സമസ്ത ലോകത്തിനും അള്ളാഹു സുബ്ഹാനഹു വ തആല സകല ജനതയ്ക്കും പരിപൂർണനായ സമ്പൂർണനായ മാതൃകാ യോഗ്യനായ ഒരു പുരുഷൻ എന്ന നിലയിൽ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു നമുക്ക് വരച്ചു കാണിക്കുകയാണ്, നമുക്ക് പരിചയപ്പെടുത്തുകയാണ്. ഏത് മേഖലകളിലും അതൊക്കെ സാധാരണ പറയുന്ന പോലെ ഉപ്പ് മുതൽ കർപ്പൂരം വരെ, അടുക്കള മുതൽ അങ്ങാടി വരെ എന്നൊക്കെ നമ്മൾ പറയുന്ന ഭാഷയിൽ വേണമെങ്കിൽ പറയാം. ഏത് മേഖലകളിലും അള്ളാഹു റസൂൽ നമുക്ക് മാറ്റി നിർത്താൻ പറ്റൂല. അതാണ് നബിതങ്ങളിലേക്ക് നിങ്ങൾ നോക്ക്. എന്ത് മേഖലകളാകട്ടെ, കാരുണ്യത്തിന്റെ വിഷയത്തിൽ ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് നോക്ക്. നബീന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാരുണ്യം എത്ര വലിയ കരുണയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാരുണ്യത്തിന്റെ നിറകുടമാണ്, കാരുണ്യത്തിന്റെ ദൂതരാണ്, കാരുണ്യത്തിന്റെ പ്രവാചകരാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു കൊടുത്ത കാരുണ്യം, കരുണ എത്രയോ വലുത്. ഹദീസുകൾ പരിശോധിച്ചു നോക്കി, ചരിത്രത്തിന്റെ താളുകൾ പരതി നോക്കി, ലോകത്തിന്റെ പ്രവാചകൻ ആരായിരുന്നു എന്ന്. യുദ്ധമുഖത്ത് പോലും എങ്ങനെ ജനങ്ങളെ നേരിടണമെന്ന് ലോകത്തോട് പഠിപ്പിച്ച ഒരേ ഒരു പ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെയും കരുണയാണ് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത്. യുദ്ധം ചെയ്യുമ്പോൾ പോലും നിങ്ങൾ കരുണ കാണിക്കണമെന്ന് പരിശുദ്ധ പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചു എന്നെങ്കിൽ കുഞ്ഞുങ്ങളെയും വൃദ്ധകളെയും പെൺകുട്ടികളെയും കൊല ചെയ്യരുത് എന്ന് പഠിപ്പിച്ചപ്പോ പരിശുദ്ധ പ്രവാചകന്റെ ആ വാക്കുകളെ സ്വഹാബത്ത് സ്വീകരിക്കാൻ തയ്യാറായി. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതൃകയാണ്. ഫലസ്തീനിൽ നമ്മൾ കണ്ടത് അതാണ്. ഒരു പെണ്ണിനെയും ഒരു കുഞ്ഞിനെയും ഞാൻ ഈ നാട്ടുകാരനാണ്, ഞാൻ സയനിസ്റ്റ് അല്ല എന്ന് പറഞ്ഞപ്പോ ഹമാസിന്റെ ഭാഗത്ത് നിന്ന് അവരെ ഒഴിവാക്കിയത് നമ്മളിപ്പോ ഒരു വീഡിയോയിൽ നമ്മൾ എല്ലാവരും കണ്ടതാണ് സുഹൃത്തുക്കളെ. എന്താണ് ആ പറഞ്ഞതിന്റെ വാക്ക്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു വിട്ടതാണ്, കുഞ്ഞുങ്ങളെയോ പെണ്ണുങ്ങളെയോ നമ്മൾ കൊല്ലാൻ പാടില്ല എന്ന് പരിശുദ്ധ പ്രവാചകന്റെ വാക്കാണ്. അതിനെ സ്വീകരിക്കുക എന്നുള്ളതാണ് ഈമാന്റെ ഭാഗം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ ബഹുമാനപ്പെട്ട ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു ഇരിക്കുന്നു. അതിനടുക്കൽ മറ്റൊരു കാട്ടറബി, നമ്മളൊക്കെ നാട്ടിലെ ബദുക്കൾ എന്നൊക്കെ പറയും, ഒരു അറബിയും അന്നിരിപ്പുണ്ട്. എന്തഹു അൽ അഖ്റ ഇബ്നു ഹാബിസ് റളിയല്ലാഹു തആല അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമയെ പൊക്കിയെടുത്ത് ഉമ്മ വെച്ചു. ഖബ്ബല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഹസന ഇബ്നു അലി. അലി റളിയല്ലാഹു തആലയുടെ മകൻ ഹസൻ റളിയല്ലാഹു തആലനെ ഉമ്മ വെച്ചു, ചുംബിച്ചു.
അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരുന്ന കാട്ടറബി, അടുത്തിരിക്കുന്ന അറബി നബിതങ്ങളുടെ സ്വഹാബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അദ്ദേഹം ചോദിക്കുകയാണ്, ഇന്ന ലീ അശറതം മിനൽ വലദ്, എനിക്ക് 10 മക്കളുണ്ട്. മാ ഖബ്ബൽതു മിൻഹും വാഹിദ, അതിൽ ഒരു കുട്ടിയെ പോലും ഞാൻ ചുംബിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞാണ്, 10 മക്കൾ എനിക്ക് ഉണ്ടായിട്ട് ഒരു കുട്ടിയെ പോലും ഞാൻ ചുംബിച്ചിട്ടില്ല. നളറ ഇലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവ യംലികു ഇൻ നസഅല്ലാഹു മിൻ ഖുലൂബികും അർറഹ്മ മൻ ലാ യർഹം ലാ യുർഹം. നിങ്ങളുടെ ഖൽബിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കാരുണ്യം എടുത്തു കളഞ്ഞതിന് ഞാൻ എന്ത് ചെയ്യാൻ? ആര് കരുണ കാണിക്കുന്നില്ലയോ അവരോട് കരുണ കാണിക്കപ്പെടുകയില്ല എന്ന് ആ സമയത്ത് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തു. മൻ ലാ യർഹം ലാ യുർഹം, കരുണ ചെയ്യാത്തവന് കരുണ ലഭിക്കൂല. അപ്പൊ നമ്മൾ ദുനിയാവിൽ ആരോട് നമ്മൾ കരുണ കാണിക്കുന്നുവോ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു സന്ദർഭത്തിൽ നമുക്ക് കാരുണ്യം ആവശ്യമുള്ള സമയം അല്ലാഹു നമുക്ക് കരുണയുമായി എത്തും. അതാണ് അതിന്റെ തർത്തീബ്. അതുകൊണ്ട് എല്ലാവരോടും കരുണ കാണിക്കണം എന്നുള്ളതാണ് പരിശുദ്ധ പ്രവാചകൻ. മാ ളറബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിയദിഹി അലാ ഇംറഅത്തിൻ വലാ ഖാദിമൻ ഇല്ല അൻ യുജാഹിദ ഫീ സബീലില്ലാഹ്. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ യുദ്ധമുഖത്തല്ലാതെ ഒരാളെയും നബി തങ്ങൾ അടിച്ചിട്ടില്ല എന്നുള്ളതാണ്. യുദ്ധമുഖം എന്ന് പറയുന്നത് ബദ്ധവൈരികൾ ഒരുമിച്ച് കൂടുകയാണ്. അവിടെ താലോലിക്കലും മസാജ് ചെയ്യലും ഒന്നും അല്ലല്ലോ അവിടുത്തെ സിസ്റ്റം. യുദ്ധമുഖത്തല്ലാതെ അള്ളാഹുവിന്റെ ധർമ്മസമരത്തിലല്ലാതെ നബിതങ്ങൾ ഒരാളെയും അടിച്ചിട്ടേ ഇല്ല. ഒരു പെണ്ണിനെ അടിച്ചിട്ടില്ല, ഭാര്യമാരെ അടിച്ചിട്ടില്ല, ഭൃത്യന്മാരെ അടിച്ചിട്ടില്ല. ഇല്ല അൻ യുജാഹിദ ഫീ സബീലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി ധർമ്മസമരത്തിൽ പങ്കാളിത്തം വഹിക്കുന്ന ആ ഒരു സമയത്തല്ലാതെ നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ ആരെയും ദ്രോഹിച്ചിട്ടില്ല. ഇത് നബിയുടെ മാതൃകയാണ്. നമുക്ക് ആ മാതൃകയിലേക്ക് പിൻപറ്റാനാണ് ലോകത്തോട് അല്ലാഹു തആല പറയുന്നത്. നമ്മളിത് മനസ്സിലാക്കണേ. ഞാനൊരാളെ അകാരണമായി അടിച്ചാൽ ഞാനൊരു പ്രവാചകന്റെ അനുയായിയാണെന്ന് നമുക്ക് എങ്ങനെ വാദിക്കാൻ കഴിയും? നമ്മുടെ നേതാവ് ഇത് ചെയ്തിട്ടുണ്ടോ? നമ്മുടെ നേതാവിന്റെ പ്രവൃത്തി ഇതായിരുന്നോ? നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹു ആദരിച്ച ഒരു വസ്തുവിനെയും ആക്ഷേപിച്ചിട്ടില്ല. ഒരാളോടും പ്രതികാര നടപടി നബി തങ്ങൾ സ്വീകരിക്കാൻ തയ്യാറായിട്ടുമില്ല. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശൈലി രീതി അങ്ങനെയായിരുന്നു. നമ്മുടെ ശൈലി അങ്ങനെ അല്ലല്ലോ. ഒരാൾ നമ്മളെ അടിച്ചാൽ അവൻ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ അവനെ പ്രതികരിക്കണം എന്നുള്ള ഒരു ചിന്തയോടുകൂടിയായിരിക്കും നമ്മൾ നടക്കുക. അത് സംസാരത്തിലാകട്ടെ, തെറിവിളിയിലാകട്ടെ, പരിഹാസത്തിലാകട്ടെ, ആക്ഷേപത്തിലാകട്ടെ, അധിക്ഷേപത്തിലാകട്ടെ, അക്രമത്തിലൂടെ ആകട്ടെ, അടിപിടിയിലൂടെ ആകട്ടെ. എന്നാൽ എന്നെ അവൻ അടിച്ചു, അല്ലെങ്കിൽ തെറിവിളിച്ചു, എന്നെ അപമര്യാദയെ എന്നോട് പെരുമാറി, എന്റെ ഹബീബായ തങ്ങളെ എത്രയോ മോശമായി ആളുകൾ പറഞ്ഞിട്ടുണ്ട്, എന്തെല്ലാം നബിയുനാ റസൂലുള്ളാഹി തങ്ങളെ ആക്ഷേപിച്ചിട്ടുണ്ട്. നബിയെ ഇടിച്ചവർ, വേദനിപ്പിച്ചവർ, മുതുകത്ത് തട്ടിയവർ, പല്ലടിച്ചു കൊഴിച്ചവർ, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വേദനിപ്പിച്ച ഈ കൂട്ടരുടെ കൈകളിൽ നിന്നാണ് പരിശുദ്ധമായ കഅബ ശരീഫ് മക്കം ഫതഹില് അല്ലാഹുവിന്റെ റസൂലിന്റെ കൈകളിലേക്ക് മക്കയെ അല്ലാഹു തആല മടക്കി കൊടുക്കുകയാണ്. എന്നാ പിടിച്ചോ മുഹമ്മദേ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ വിറച്ചു നിൽക്കുന്ന പ്രതിയോഗികൾ, ശത്രുക്കൾ, അല്ലാഹുവിന്റെ റസൂൽ അവരുടെ മുഖത്ത് നോക്കിയിട്ടാണ് ചോദിക്കുന്നത്, യാ മഅ്ശറ ഖുറൈശ് മാ തളുന്നൂന അന്നി ഫാഇലുൻ ബിക്കും. നിങ്ങൾ എന്താണ് എന്നെ കുറിച്ച് ധരിച്ചത്? നിങ്ങൾ എന്താണ് എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്? എന്റെ ശത്രുക്കളാണ്, എന്റെ മുന്നിലിരിക്കുന്ന എന്റെ ശത്രുക്കളാണ്. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ അവരോട് ചോദിക്കാണ്, എന്താണ് നിങ്ങളുടെ പ്ലാൻ? എന്താണ് എന്നെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? എന്താ എന്നെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? അപ്പൊ മുസ്ലിങ്ങളെ കുറിച്ച് അഭിപ്രായം ചോദിച്ചാൽ തീവ്രവാദികളെന്നേ പറയുള്ളൂ എല്ലാവരും, അല്ലേ? എന്താ തീവ്രവാദം നീ പറയുന്നവന് പോലും അറിഞ്ഞൂടാ. ലോകത്തെ ഏറ്റവും വലിയ തീവ്രവാദം ചെയ്തുകൊണ്ടിരിക്കുന്നവനായിരിക്കും. പക്ഷെ മുസ്ലിം എന്ന ഒരു പേരായതുകൊണ്ട് നമ്മൾ തീവ്രവാദികളായി.
ഈ തീവ്രവാദികളുടെ നേതാവാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ. ആ തങ്ങള് ചോദിക്കാണ്, നബി തങ്ങളെ ഇടിച്ചവർ, വേദനിപ്പിച്ചവർ, തെറിവിളിച്ചവർ, പട്ടിണിക്കിട്ടവർ, ഉപരോധമേർപ്പെടുത്തിയവർ തന്റെ മുന്നിൽ, അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വന്ന് വിറച്ച് നിൽക്കുമ്പോ അവരുടെ മുഖത്ത് നോക്കിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നത്, മാ തളുന്നൂന അന്നി ഫാഇലും ബിക്കും, നിങ്ങളെ ഞാനിപ്പോ എന്ത് ചെയ്യുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? ഖാലു, അവർ പറഞ്ഞ വാക്ക്, ഇന്നാ നളുന്നൂക ഖൈറ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നിൽ ഞങ്ങൾ നല്ലതല്ലാത്തതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ആ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവ മാതൃക ആയതുകൊണ്ടല്ലേ. ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു ഭരണാധികാരിയുടെ മുന്നിൽ നമ്മൾ പറഞ്ഞാൽ പറയും, നീ തീവ്രവാദി, നിന്നെ ഇപ്പൊ ഞങ്ങൾ വെടിവെച്ചു എന്നേ പറയുള്ളൂ, അല്ലേ നിന്നെ ഞങ്ങൾ പട്ടിണിക്കിടും, നിന്നെ തുറങ്കിലടയ്ക്കും, നീ തീവ്രവാദിയാണ്. 3 വയസ്സായ കുഞ്ഞിനെ നോക്കിയിട്ട് നീ തീവ്രവാദിയാണ്, മരിക്കാൻ കിടക്കുന്ന കിളവനെ നോക്കിയിട്ട് തീവ്രവാദിയാണ്. എന്താണ് ഈ തീവ്രവാദിയുടെ അർത്ഥം? എന്താണ് ഈ ഭീകരവാദിയുടെ അർത്ഥം? ഇട്ടും പൊട്ടും തെരിയാത്ത കുഞ്ഞുങ്ങൾ, പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങൾ, ബലഹീനയായ സ്ത്രീകളെ നോക്കിയിട്ടൊക്കെ തീവ്രവാദികളായി എന്ന് പറഞ്ഞിട്ട് അവരെ നിഷ്കരുണം വധിച്ചു കളയുന്ന സയനിസ്റ്റുകളുടെ ഈ ക്രൂരത ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതൃകയുമായി ഒന്ന് തുലനം ചെയ്ത് നോക്ക്. ആ മണ്ണിൽ ഹബീബായ തങ്ങൾ ജനിച്ചെങ്കിൽ ആ നാട്ടിലെ പരിശുദ്ധ പ്രവാചകന്റെ വാക്കാണിത്. നിങ്ങളോട് ഞാൻ എന്ത് സമീപനമാ സ്വീകരിക്കാൻ നിങ്ങൾക്കറിയോ? നബി തങ്ങളുടെ സ്വഭാവം മനസ്സിലാക്കിയ അറബികളാ പറഞ്ഞത്, ശത്രുക്കളാ പറഞ്ഞത്, ഇന്നാ നളുന്നുക ഖൈറാ, നീ നല്ലവനാണ്, നീ നല്ലവന്റെ മോനാണ്, നീ നല്ല കുടുംബത്തിൽ പിറന്നവനാണ്, അതുകൊണ്ട് നിന്നിൽ ഞങ്ങൾ നല്ലതല്ലാത്തതൊന്നും പ്രതീക്ഷിക്കുന്നില്ല.